എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്വന്തം മകളുടെയും കൊച്ചുമക്കളുടെയും മൃതദേഹങ്ങൾ വെച്ച് വില പറഞ്ഞ് ഷൈനിയുടെ അപ്പനെ എന്ത് വിളിക്കണം, അല്ല ആ ഷൈനിയുടെ വീട്ടുകാരെ എന്ത് വിളിക്കണം? ഷൈനി ചേച്ചിയുടെ മരണത്തിന് ശേഷം ഒരുപാട് ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഷൈനി എന്ന് പറയുന്ന ആ സ്ത്രീക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറം പീഡകളും സഹിക്കാൻ പറ്റുന്നതിലത്രം ഒറ്റപ്പെടുത്തലുകളും ഒരു രീതിയിലും ജീവിക്കാൻ പറ്റില്ലാത്ത കാര്യങ്ങളാണ് നടന്നു വന്നിരുന്നത്. നമ്മൾ കണ്ടതും കേട്ടതും ഒക്കെ. അതിലപ്പുറമായി സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ ഷൈനി എന്ന വ്യക്തിക്ക് നേരിടേണ്ടി വന്നതും വളരെ അസഹിഷ്ണുത നിറച്ച സംഭവങ്ങളായിരുന്നു. വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് നമ്മൾ സംസാരിക്കാതിരിക്കാൻ പറ്റില്ല. സ്വന്തം പിതാവ് തന്നെ ഷൈനിക്കെതിരെ പ്രവർത്തിച്ച് എത്ര തരം നിഷ്ഠൂരമായും നികൃഷ്ടമായിട്ടാണ് എന്നുള്ളത് അറിയുമ്പോൾ നമ്മൾ തന്നെ ഞെട്ടിപ്പോവും. ഒരു പിതാവിന് എങ്ങനെയാണ് ഇങ്ങനെ പെരുമാറാൻ കഴിയുക? ശരിക്കും പറഞ്ഞിട്ട് എന്താ തോന്നണമെന്നറിയോ? ഇയാളെ ഒന്ന് അടിച്ച് പൊളിക്കാൻ ആരും ഇല്ലേ എന്ന് തോന്നിപ്പോ. സ്വന്തം മകളെ പേരക്കുഞ്ഞുങ്ങളെ വെച്ച് വില പേശുക ആരെങ്കിലും ചെയ്യുന്ന കാര്യമാണോ ഇത്? എന്നാൽ ഷൈനി ചേച്ചിയുടെ അപ്പനത് ചെയ്ത് റെക്കോർഡ് സൃഷ്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ പിന്നെ അവരുടെ ഭർത്തൃവീട്ടിൽ അവർ പീഡ അനുഭവിച്ചില്ല, ആരോട് പറയാൻ? സ്വന്തം വീട്ടിൽ ആ ചേച്ചിക്ക് ഇതായിരുന്നു ഗതിയെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് എവിടുന്ന് ന്യായം കിട്ടാൻ? ഈ ലോകത്ത് നിന്ന് എവിടുന്ന് ന്യായം കിട്ടാൻ? സ്വന്തം വീട്ടിലാണ് ഒരാൾക്ക് ഒരു സമാധാനം കിട്ടുക, അല്ലെങ്കിൽ ഒരു സ്വസ്ഥത കിട്ടുക, ഒരു ന്യായം കിട്ടുക. ആ വീട്ടിൽ പോലും അവർക്ക് ന്യായം ഇല്ലാതെ പോയെങ്കിൽ നാട്ടിൽ കിട്ടുമോ? എവിടെയെങ്കിലും കിട്ടുമോ? കോടതിയെ വിശ്വസിച്ച് നമുക്ക് വേണേൽ കാത്തിരിക്കാം എന്നല്ലാതെ സമാധാനപരവും സ്വസ്ഥതപരമായുള്ള ഒരു ജീവിതം നയിക്കണമെങ്കിൽ നമ്മളുടെ ചുറ്റുപാടുകളും നമുക്ക് അനുകൂലമായിരിക്കണം. അതുപോലെ ദാരുണമായൊരു കഥയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഷൈനി ചേച്ചിയുടെ ജീവിതം. നമുക്കൊന്ന് കേട്ടു നോക്കാം. മകളുടെയും കൊച്ചുമക്കളുടെയും മൃതദേഹങ്ങൾ വെച്ച് വില പറഞ്ഞ് ഷൈനിയുടെ അപ്പനെ എന്ത് വിളിക്കണം, അല്ല ആ ഷൈനിയുടെ വീട്ടുകാരെ എന്ത് വിളിക്കണം? നമ്മുടെ വികാരി അച്ഛൻ ഇതിൽ ഇടപെട്ടില്ല എന്ന് പറഞ്ഞാണല്ലോ പല സംസാരം. അദ്ദേഹം അവിടെ ഇരിക്കാൻ യോഗ്യനല്ല. ഈ ഷൈനി ഇവിടുന്ന് പോയതിനു ശേഷം ഷൈനിയും ഷൈനിയുടെ ഫാദറും ഇവിടെ ഈ കുട്ടികളെ അലീനയെ വേനയെ സ്കൂളിൽ ചേർക്കാൻ വേണ്ടി ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടിയും പിന്നെ ഒരു മാരേജ് സർട്ടിഫിക്കറ്റ്, ഇവരുടെ കേസിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു മാരേജ് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടും നമ്മുടെ ചുങ്ങമ്പള്ളി വികാരിച്ചനെ കാണാൻ വന്നിരുന്നു. അന്നും അച്ഛൻ പറഞ്ഞു ഈ കേസിലേക്കൊന്നും പോകാതെ നമുക്ക് സംസാരിച്ച് തീർക്കാം എന്ന് പറഞ്ഞപ്പോൾ ഈ ഷൈനിയുടെ ഫാദർ പറഞ്ഞ ഒരു കാരണവശാലും ഞങ്ങൾ സംസാരിച്ച് തീർക്കാൻ പോകുന്നില്ല, കാരണം അവൾക്ക് അതുപോലെ അനുഭവങ്ങൾ ആ വീട്ടിൽ നിന്നുണ്ടായി, അതുകൊണ്ട് ഞങ്ങൾ ഒരു തരത്തിലും സമ്മതിക്കില്ല എന്നുള്ളത്. ജ്ഞാനായ സഭയുടെ മുൻനിരയിൽ ഉള്ള ഒരു വ്യക്തിയുടെ തന്നെ വോയിസ് ആണിത്. അദ്ദേഹം പറയാണ്, സ്വന്തം അപ്പൻ ആ മകളോട് ചെയ്തത് ഇങ്ങനെയാണെങ്കിൽ അത് ആരോട് പറയാനാണ്? സ്വന്തം പേരക്കുഞ്ഞുങ്ങളോട് ചെയ്തത് ഇങ്ങനെയാണെങ്കിൽ വെച്ച് വില പേശിയ അയാള്. ഇങ്ങനെ ചെയ്യാൻ ഒരു അച്ഛന് പറ്റുമോ? ജനിപ്പിച്ച തന്തയ്ക്ക് പറ്റുമോ? അതാണ് അങ്ങേര് ചെയ്തു വെച്ചിരിക്കുന്നത്. ബാക്കിയുടെ നമുക്ക് കേട്ടു നോക്കാം. ഈ ഷൈനി ഇവിടുന്ന് പോയതിനു ശേഷം ഷൈനിയും ഷൈനിയുടെ ഫാദറും ഇവിടെ ഈ കുട്ടികളെ അലീനയെ വേനയെ സ്കൂളിൽ ചേർക്കാൻ വേണ്ടി ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടിയും പിന്നെ ഒരു മാരേജ് സർട്ടിഫിക്കറ്റ്, ഇവരുടെ കേസിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു മാരേജ് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടും നമ്മുടെ ചുങ്ങമ്പള്ളി വികാരിച്ചനെ കാണാൻ വന്നിരുന്നു. അന്നും അച്ഛൻ പറഞ്ഞു ഈ കേസിലേക്കൊന്നും പോകാതെ നമുക്ക് സംസാരിച്ച് തീർക്കാം എന്ന് പറഞ്ഞപ്പോൾ ഈ ഷൈനിയുടെ ഫാദർ പറഞ്ഞ ഒരു കാരണവശാലും ഞങ്ങൾ സംസാരിച്ച് തീർക്കാൻ പോകുന്നില്ല, കാരണം അവൾക്ക് അതുപോലെ അനുഭവങ്ങൾ ആ വീട്ടിൽ നിന്നുണ്ടായി, അതുകൊണ്ട് ഞങ്ങൾ ഒരു തരത്തിലും സമ്മതിക്കില്ല എന്നുള്ളത്. അപ്പം നമുക്ക് ഇങ്ങനെ നിൽക്കുന്ന ഒരു സ്ഥലത്ത് വികാരിയച്ഛനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഇത് പറയാനല്ലേ പറ്റുള്ളൂ. പണ്ട് കാലമൊക്കെ ആയിരുന്നെങ്കിൽ ശരിയായി വികാരിയച്ഛന്മാർ നമ്മുടെ വീട്ടിൽ വന്ന ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാരണ അച്ഛൻ പറഞ്ഞാലേ അത് ചെയ്യും. ഇപ്പോ അങ്ങനെ അച്ഛൻ പറഞ്ഞാൽ കേൾക്കുന്ന എത്ര കുടുംബങ്ങളുണ്ട്? നമുക്കൊക്കെ അറിയാമല്ലോ, എല്ലാ വീട്ടിലും വഴക്കുകളും ബഹളവും ഉണ്ട്. അത് അച്ഛൻ വന്ന് സംസാരിച്ചാൽ തീരുമോ? അത് വാശിയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഒരിക്കലും അത് തീരില്ല. കാരണം നമ്മളൊരു കേസുമായിട്ട് കോടതിയിലേക്ക് നീങ്ങുകയാണെങ്കിൽ പിന്നെ വക്കീലാണ് നമ്മുടെ ദൈവം. വേറെ നമുക്ക് യേശുക്രിസ്തു എന്നൊരു ദൈവം പോലും ഇല്ല, വക്കീലാണ് നമ്മുടെ ദൈവം. ഞാൻ പറഞ്ഞ ഞാൻ എന്റെ ഭാഗമായിട്ട് പറഞ്ഞ നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ ആകണമെന്ന് യാതൊരു നിർബന്ധവും എനിക്കില്ല. അത് ശരിയാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു വഴക്കുണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കരമായ വാശിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് അത് ശരിയാക്കാൻ ഇച്ചിരി പാടായിരിക്കും. ഈ തന്തയോട് പറയുവാണ് നമുക്കിത് പരിഹരിക്കാന്ന് പറയുമ്പോൾ തന്ത സ്വാഭാവികമായിട്ട് പറഞ്ഞു അവൾ ഒത്തിരി പീഡകൾ അവിടെ നിന്ന് അനുഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഇട്ട് പോകുന്നില്ല എന്ന്. അതായത് പുള്ളിയുടെ ദുർവാശിയാണ് അതിന്റെ പിന്നിൽ വേറൊരു കാര്യം. പിന്നെ സാധാരണഗതിയിൽ മകൾക്ക് ഒരു സ്വാതന്ത്ര്യം അവിടെ വേണം, അല്ലെ അവൾ പീഡ അനുഭവിക്കുകയാണ് എന്ന് വിചാരിച്ചിട്ട് അവളെ ഈ കുഴിയിൽ തന്നെ തള്ളിയിടാൻ ശ്രമിച്ച ഈ തന്തേനെ കൂടുതലൊന്നും പറയാനില്ല. എന്നാൽ പോലും പുള്ളിയുടെ വാശി അവിടെ ജയിക്കാൻ വേണ്ടി പറഞ്ഞു അവളെ അങ്ങനെ അങ്ങ് വിടുന്നില്ല എന്നുള്ള തരത്തിൽ പറഞ്ഞു. അതിനുശേഷം അവിടുത്തെ ഒരു വികാരി ഉണ്ടല്ലോ, അതായത് നോബിയുടെ ചേട്ടൻ, അവരെ അതിനേക്കാൾ അപ്പുറത്തുള്ള ഒരു വാശിയാണ് ഇനി നിങ്ങൾ കേൾക്കേണ്ടത്. ഈ പിള്ളേർക്ക് ഈ പൈസ കൊടുക്കുക എന്നുള്ളത് അല്ലെങ്കിൽ കൊടുക്കുന്നില്ല എന്നുള്ളത് ഈ അച്ഛനും അറിയാമായിരുന്നല്ലോ. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഇതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വമുണ്ട്. ആ പിള്ളേർക്ക് പൈസ എത്തിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ എടാ നോബി നിന്റെ പിള്ളേരാണ്, നീ അവന് പൈസ അയച്ചു കൊടുക്കും, അത് പറയാനുള്ള ഒരു ധാർമ്മിക ബോധം അല്ലെങ്കിൽ ധാർമ്മിക ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അച്ഛൻ എന്ന നിലയിൽ ആ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൽ
അദ്ദേഹം പരാജയപ്പെട്ടു. തന്നെയല്ല, ഈ അച്ഛൻ ഈ വീട്ടുകാരുടെ വാക്കും കേട്ട് ആ വാശിപ്പുറത്ത് തന്നെ നിൽക്കുകയായിരുന്നു. നിങ്ങൾക്കറിയാലോ, പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കരിമന്നം പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ പോലും അവിടെ സ്റ്റേഷനിൽ അച്ഛനാണ് കൂടുതൽ സംസാരിച്ചത്. അച്ഛൻ പറഞ്ഞത് ഈ കേസായിട്ട് തന്നെ പൊക്കോട്ടെ. ഈ ഷൈനി കുറച്ച് പൈസ എടുത്ത കാര്യം പറയുന്നുണ്ടല്ലോ, ഷൈനിയുടെ വീട്ടിലേക്ക് എടുത്ത പൈസയല്ല. ആ സമയത്താണ് ഈ വീടിന്റെ മെയിൻ്റനൻസും എല്ലാം നടക്കുന്ന ആ സമയത്ത് എടുത്ത പൈസ ആ വീട്ടിലേക്ക് തന്നെ എടുത്തതാ. പക്ഷെ അതിനൊരു കണ്ടീഷൻ അവർ വെച്ച്, ഈ പൈസ ഞങ്ങൾ അടയ്ക്കാൻ തയ്യാറാണ്. എങ്ങനെ? ഷൈനിയുടെ പേരിൽ ഒരു കാറുണ്ട്, ഷൈനിയുടെ പേരിൽ ഒരു പിക്കപ്പ് ഉണ്ട്, പിന്നെ ഷൈനിയുടെ പേരിൽ ഒരു ഇൻഷുറൻസ് ഉണ്ട്. ഇത് മൂന്നും നോബിയുടെ പേരിലേക്ക് ആക്കിയാൽ ഈ പൈസ അടയ്ക്കാമെന്ന് അച്ഛൻ അവിടെ സമ്മതിച്ചതാണ്. വാസ്തവമായ കാര്യമാണ് കേട്ടോ, തെറ്റല്ല, വാസ്തവമായ കാര്യം. പിന്നെ ഓർത്ത് നോക്കണം, ഈ ഷൈനി എടുത്ത പൈസ എന്ന് പറയുന്ന കുടുംബശ്രീയിൽ നിന്ന് എടുത്ത ലോണിനെ കുറിച്ചാട്ടോ പറയുന്നത്. അവരുടെ വീടിന്റെ മെയിൻ്റനൻസിനും കാര്യങ്ങൾക്കും അവരുടെ അപ്പന്റെ ചികിത്സയ്ക്കും എല്ലാത്തിനും കൂടെ ആയിട്ടാണ് ഷൈനി ചേച്ചിയെ കൊണ്ട് അന്ന് കുടുംബശ്രീയിൽ നിന്ന് പൈസ എടുപ്പിച്ചത്. അതുകൊണ്ട് കുറച്ചൊക്കെ പുള്ളിക്കാരി അടച്ചു. 1,00,000 സംതിങ് രൂപ തിരിച്ചടയ്ക്കണമായിരുന്നു. അപ്പൊ അതിനുള്ള വകയില്ലാതെ വന്നപ്പോൾ കുടുംബശ്രീക്കാരെല്ലാം കൂടി കേസ് കൊടുത്തു. അപ്പോഴും അച്ഛൻ കുടുംബശ്രീക്കാരോട് പറഞ്ഞ എന്താ, നിങ്ങൾ കേസുമായിട്ട് പൊക്കോളാം, എന്നാൽ താൻ കേസ് കൊടു എന്ന് പറയുന്ന മാതിരി നിങ്ങൾ എന്നാൽ കേസുമായിട്ട് അങ്ങ് മുമ്പോട്ട് വെക്ക്, ബാക്കി കാര്യം ഞാൻ നോക്കിക്കൊള്ളാം എന്ന തരത്തിലാണ് അച്ഛൻ പറഞ്ഞത്. എത്ര പിടിവാശിയാന്ന് നോക്കിക്കോണേ. എത്ര വാശിയോടെ അവരോട് സംസാരിച്ചേ. അവരൊരു കാര്യമായിട്ട് അങ്ങോട്ട് ചെന്നപ്പം അവരെ ഒരു ദാക്ഷിണ്യവും കൂടാതെ നിങ്ങൾ എന്നാൽ കേസ് കൊടുത്തോ, ഞാൻ കേസുമായിട്ട് മുന്നോട്ട് പൊക്കോളാം എന്ന് പറഞ്ഞ അതേ തൻ്റെ ഇടം തന്നെ ഇവിടെ വന്നിട്ട് പറയുകയാണ്. ഈ അച്ഛൻ്റെ മുമ്പിൽ നിന്ന് ഒത്തുതീർപ്പിന് സംസാരിക്കുമ്പോൾ പറയാണ്, അവരെന്നാൽ കേസുമായിട്ട് മുമ്പോട്ട് പൊക്കോട്ടെ, ഞങ്ങൾ കോടതി കണ്ടോളാം. എന്താ, പുള്ളിയുടെ വക്കീലിന്റെ കുപ്പായത്തെ ആയിരിക്കും നോട്ടം വെച്ചായിരിക്കും അത് പറഞ്ഞേ. എന്തായാലും കൊള്ളാം, അങ്ങനെ തന്നെ ചെയ്തു. ഷൈനി ചേച്ചിയുടെ അപ്പനും അമ്മയും ആ കുടുംബവും കൊള്ളാം, ആ ചേച്ചി ചെന്ന് കയറിയ കുടുംബവും കൊള്ളാം. ഇതുങ്ങൾ രണ്ടും ചേരേണ്ട കുടുംബങ്ങളായിരുന്നു. അതുകൊണ്ട് അവർ തന്നെ ചേർന്നു. അതുകൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. കുറെ എണ്ണങ്ങളുടെയൊക്കെ മുഖം മൂടി പുറത്തു വന്നു. കുറെ അച്ഛന്മാരുടെയും കന്യാസ്ത്രീകളുടെയും വലിയ അപ്പനാന്ന് പറഞ്ഞിരിക്കുന്നവന്റെ ഒക്കെ സ്വഭാവങ്ങളാണ് യഥാർത്ഥത്തിൽ പുറത്തു വന്നു എന്ന് പറയാം. അതിനകത്ത് ബലിയാടായി പോയത് ഒരു സാധുവായ ഒരു പെണ്ണും അതിന്റെ കുഞ്ഞു മക്കളുമാണെന്ന് മാത്രം, വേറൊന്നും അതിനകത്തില്ല. ബാക്കി കൂടെ കേട്ടു വെക്കോ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം അതാണ്. മക്കളെ വെച്ച് വില പേശിയ അപ്പന്റെ കഥ. നമ്മൾ കഥകളിൽ കേട്ടിട്ടുണ്ട്, അല്ലെ സിനിമയെ കണ്ടിട്ടുണ്ട്. യഥാർത്ഥ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടെന്നപ്പോൾ ഈ ഒരു സംഭവത്തോട് കൂടിയാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതും കൂടി ഒന്ന് കേട്ടു നോക്കാം. കണ്ടീഷൻസിന്റെ കാര്യം പറഞ്ഞല്ലോ, എനിക്ക് അത്രയും വിശ്വസിക്കാവുന്ന ഒരാളാണ് എന്നോട് ഈ കണ്ടീഷനെ പറ്റി പറഞ്ഞത്. അതിനുശേഷമാണ് ഒരു 3 ദിവസം മുമ്പാണ് ഞാൻ കൃത്യമായിട്ട് അറിയുന്നത് ഇതിന് 3 കണ്ടീഷൻസ് ആണ് ഉണ്ടായിരുന്നത്. 1, നോബിയും പിള്ളേരും അവിടെ വരണം. 2, അവിടെ കുറച്ചു നേരം ആ വീട്ടിൽ പൊതുദർശനത്തിന് വരണം. 3ാമത്തെ കണ്ടീഷൻ, നമ്മുടെ തല കറങ്ങിപ്പോകുന്ന ഒരു കണ്ടീഷനാണ് ആ വീട്ടുകാർ വെച്ചത്. ഈ മരണത്തെ തുടർന്ന് അവർക്ക് കാരിത്താസിൽ 2 ദിവസം വെക്കേണ്ട വന്നു, വീട്ടിൽ പന്തലിടേണ്ട വന്നു. ഇതിന്റെ എല്ലാ ചെലവുകളും നോബി തരണം. നോബി തന്നാൽ ഈ ബോഡി വിട്ടുകൊടുക്കാമെന്നാണ് പറഞ്ഞത്. എന്നോട് പോലും ഈ 3ാമത്തെ കണ്ടീഷൻ എന്നോട് പറഞ്ഞിരുന്നില്ല. ഞാൻ മിനിയാന്നാണ് അതോ 4ാം നാളാണോ ഞാൻ ഈ വിവരം പറഞ്ഞു. വിവരം അറിഞ്ഞ പക്ഷെ ഞാൻ ആരോടും വെളിയിൽ ഞാൻ വിട്ടില്ല. ഇപ്പൊ അപ്പനാദേശ് TV-യിൽ തന്നെ ഇത് പറയുന്നുമുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, സ്വന്തം മകളുടെയും കൊച്ചുമക്കളുടെയും മൃതദേഹങ്ങൾ വെച്ച് വില പറഞ്ഞ് ആ അപ്പനെ, ഷൈനിയുടെ അപ്പനെ എന്ത് വിളിക്കണം, അല്ല ആ ഷൈനിയുടെ വീട്ടുകാരെ എന്ത് വിളിക്കണം, അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം. അതൊന്ന്. 2, ആ കണ്ടീഷൻ സമ്മതിച്ച് ആ കാശും കൊടുത്ത് ഈ ബോഡി ഇവർക്ക് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടായിരുന്നു? ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. അവരുടനെ വാശി പിടിച്ചു. ശരി, എന്നാൽ കാശ് കൊടുത്തിട്ട് തന്നെ നമ്മുടെ ഭാഗം വിജയിക്കണം. ഇതാണ് അവർക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റതാണ്. എന്റെ പൊന്നോ, എന്തു പറയണം. സ്വന്തം അപ്പന ഇതൊക്കെ ചെയ്തതെന്ന് ഞാൻ വിശ്വസിക്കാനേ പ്രയാസമല്ലേ. വിശ്വസിക്കാതിരിക്കാനും പറ്റില്ലാണ്ടായി. കാലം അങ്ങനെയാണ്. ഇപ്പൊ മക്കളെ അപ്പനും അമ്മയ്ക്കും വിശ്വസിക്കത്തില്ല, അപ്പനും അമ്മയ്ക്കും മക്കളെയും വിശ്വസിക്കത്തില്ല, ആർക്കും വിശ്വസിക്കാൻ പറ്റില്ലാത്ത കാര്യമായി. ആ തന്തയ്ക്ക് എന്തിന്റെ കേടായിരുന്നു? ഒരു മകൻ അയർലൻഡിലും ഒരു മകൻ അമേരിക്കയിലും. അവർക്ക് സാമ്പത്തികമായിട്ടൊന്നും വലിയ ബുദ്ധിമുട്ടുള്ളവരൊന്നും അല്ല. ഏറ്റവും മൂത്ത മോളാണ് അവരുടെ വീട്ടിൽ ആദ്യം ജനിച്ച. ഈ തന്തയ്ക്കും തള്ളയ്ക്ക് ആദ്യം ഉണ്ടായ മകളാണത്. ആ മകളെയും കുഞ്ഞുങ്ങളെയും വെച്ചുകൊണ്ട് ഇങ്ങനെ വിലപേശാൻ കൊള്ളാമായിരുന്നു ആ തന്ത. 2 ദിവസം എന്താ അവിടെ വെച്ചെന്നും പറഞ്ഞ് അവരെ കാരിത്താസിന്റെ ഹോസ്പിറ്റലിൽ മോർച്ചറിയിൽ വെച്ചു. പിന്നെ പന്തല് പണിയുടെ കാശ് എണ്ണി പറഞ്ഞ് ഇത് നോബിയോട് ചോദിക്കുക. പിന്നെ ഈ നാണം കെട്ട തന്ത എന്തിനിങ്ങനെ ചോദിച്ചു? അന്ന് പള്ളിയിൽ വികാരി എല്ലാം കൂടി ഇരുന്ന് ചോദിച്ചപ്പോൾ എൻ്റെ മകൾ ഒരുപാട് അവിടെ കിടന്ന് കഷ്ടപ്പെട്ടായിരുന്നു എന്ന് പറഞ്ഞത് എന്തിനാ? പിന്നെ അവരുടെ നക്കാപ്പിച്ച മേടിച്ചെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഇങ്ങനെ നാണം കെട്ടവരുണ്ടോ? ഇപ്പൊ എന്നാ നാണം കെട്ടവന്റെ ആസനത്തിൽ ആല് മുളച്ചാൽ അതും തണലെന്ന് പറയുന്നത് ഇതിനെ പോലുള്ളതുങ്ങളെയൊക്കെയാ പറയുന്നത്. അല്ലാണ്ട് എന്താ ചെയ്യുന്നത്? ഇങ്ങനെയൊക്കെ പറയാതിരിക്കുന്നത് എങ്ങനെയാ? സ്വന്തം മക്കളെയും കൊച്ചുമക്കളെയും വെച്ച് വില വീശുന്നു. എന്നാൽ അവരും എടുക്കരുത്.
ഞങ്ങൾ പിടിച്ച മുയലിന് 10 കൊമ്പെന്നും പറഞ്ഞ് അവർ നടക്കുന്നത്. ഞങ്ങൾ വലിയ പുണ്യാളന്മാരാണ്, ഞങ്ങൾ വലിയ ആൾക്കാരാണ്, ഞങ്ങൾ ചർച്ചിൻ്റെ ഞങ്ങൾ അങ്ങ് പള്ളിയുടെ കൊമ്പത്തിരിക്കുന്നവരാണ്, ഞങ്ങളുടെ വീട്ടിൽ അച്ഛനുണ്ട്, മെത്രാനുണ്ട്, കന്യാസ്ത്രീ ഉണ്ട്, ഞങ്ങൾക്ക് അതുണ്ട്, ഒലക്കയുടെ മൂടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർക്ക് അവരുടെ കൈ അവരുടെ മേളിലിരിക്കണം. അതിന് വേണ്ടിയിട്ട് അവർ കാശ് കൊടുത്തിട്ടാണേലും വേണ്ടൂല. ഞങ്ങൾ അവളെ അങ്ങനെ തന്നെ വിടത്തില്ല. അവൾക്ക് ഇവിടുന്ന് ഇഷ്ടമില്ലാതെ അവളെ ഇറങ്ങിപ്പോയതല്ലേ, അവളെ ഞാൻ ഇവിടെ തന്നെ അടക്കും എന്നുള്ള വാശി അവർക്ക്. അതിന് വേണ്ടിയിട്ട് കുടുംബശ്രീയിൽ ലോൺ അടിക്കാൻ കാശില്ല, അവനുണ്ടാക്കി കുഞ്ഞുങ്ങൾക്ക് ചെലവിന് കൊടുക്കാൻ അവൻ്റെ കൈ കാശില്ല. അവന് ഈ വാശി ജയിക്കാൻ അവൻ്റെ കൈ കാശുണ്ട്. എന്ത് മിടുക്കനാ നോക്കിയവൻ. എന്നിട്ട് അവിടെ കൊണ്ടേ അവരെ അടക്കം ചെയ്തേക്കുന്നു. വലിയ എന്നിട്ട് കരഞ്ഞ് കാണിക്കുക. പോലീസുകാരുടെ അടുത്ത് പോയിട്ട് അവൻ കരഞ്ഞ് മെഴുകുന്നു. അവൻ്റെ ചേട്ടൻ അച്ഛൻ എന്ന് പറഞ്ഞ ആ ചെറ്റ അവൻ അതിലേറെ അപ്പുറം. ഇവനെയൊന്നും പിടിച്ചിട്ട് അകത്ത് തള്ളിയിടണം, പുറത്തിറക്കി വിടരുത്, അവന് ലോകം കാണിക്കരുത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് രൂപേണ അറിയിക്കും. മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.